بسم الله الرحمن الرحيم. ألف لام ميم. غلبت الروم في أدنى الأرض وهم من بعد غلبهم سيغلبون في بضع سنين. لله الأمر من قبل ومن بعد ويومئذ يفرح المؤمنون بنصر الله ينصر من يشاء وهو العزيز الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1396 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായമായ സൂറത്ത് റൂമിൻ്റെ പഠനത്തെ തുടർന്നുള്ള ചർച്ചയാണ് ഇന്ന്. ചർച്ചക്കാരൻ പങ്കുവയ്ക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർദി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിദ്ഇ സിനീൻ. ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദ് ويومئذ يفرح المؤمنون بنصر الله ينصر من يشاء وهو العزيز الرحيم. صدق الله العلي العظيم. സൂറത്ത് റൂമിലെ ആദ്യത്തെ 5 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായമായ സൂറത്ത് റൂം 60 ആയത്തുകളാണ് ഈ സൂറത്തിൽ ഉണ്ടായിരുന്നത്. അതിന്റെ പഠനം നമ്മൾ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ദൗത്യ നിർവഹണത്തിൽ ഏർപ്പെട്ടിരുന്ന കാലത്ത് ഏറെ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് സൂറത്ത് റൂം അവതരിക്കുകയുണ്ടായത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. വലിയ ചരിത്ര പ്രാധാന്യമുള്ള, അതുപോലെ അന്താരാഷ്ട്ര രാഷ്ട്രീയ വിഷയങ്ങളും ഒക്കെയായി ബന്ധമുള്ള ഒരു സൂറത്തായിട്ട് ഈ സൂറത്ത് റൂമിനെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അറേബ്യയുടെ വിവിധ മേഖലകൾ റോമിന്റെ അധീനതയിലായിരുന്ന ആ കാലത്ത് റോമിനെതിരിൽ പേർഷ്യൻ സാമ്രാജ്യം രംഗത്ത് വരികയും ഷാമും ജോർഡാനും ഫലസ്തീനും ഒക്കെ അടങ്ങുന്ന പ്രദേശം, സിറിയ, ജോർഡാൻ, ഫലസ്തീൻ ഒക്കെ അടങ്ങുന്ന ഭൂപ്രദേശം റോമിന്റെ നിയന്ത്രണത്തിൽ നിന്ന് പേർഷ്യൻ സാമ്രാജ്യം പിടിച്ചെടുക്കുകയും അങ്ങനെ റോമിന് രാഷ്ട്രീയമായ വലിയ തിരിച്ചടി നേരിടേണ്ടി വരികയും ചെയ്തൊരു ഘട്ടത്തിൽ അതിനെ പരാമർശിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ ഒരു പ്രവചനം വിശുദ്ധ ഖുർആൻ ഇവിടെ നടത്തുന്നുണ്ട്. ഏതാനും വർഷങ്ങൾക്കുള്ളിലായിട്ട് റോം വിജയിച്ച് മുന്നേറും എന്നാണ്. സമീപ പ്രദേശത്ത് റോം പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു. എന്നാൽ ഫി ബിദ്ഇ സിനീൻ, ഏതാനും വർഷങ്ങൾക്കുള്ളിലായിട്ട്, 10 താഴെ വർഷങ്ങൾക്കുള്ളിലായി റോം വിജയം വരിക്കും എന്നുള്ളൊരു പ്രവചനവും ഈ സൂറത്തിൽ നടത്തപ്പെടുന്നുണ്ട്. ആ പ്രവചനം ഫലവത്താവുകയും ഏകദേശം 10 വർഷം ആവുന്ന ഘട്ടത്തിൽ ആ പ്രവചനത്തിലെ കാര്യം സത്യമായി പുലർന്നതായിട്ട് ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ
ഈ പ്രവചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവുമായി ഒരു പന്തയത്തിൽ ഏർപ്പെടുകയുണ്ടായിട്ടുണ്ടായിരുന്നു. മക്കയിലെ ഖുറൈശികളുടെ കൂട്ടത്തിലെ ഒരാള് അയാളുടെ പിന്മുറക്കാര് ആ പന്തയത്തില് പറഞ്ഞ വിധത്തിലുള്ള ആ പരാജയം സമ്മതിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അതിനുള്ള പ്രതിഫലം നൽകുകയുണ്ടായി എന്ന കാര്യമൊക്കെ ചരിത്രത്തിൽ വിശദമായിട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സാധ്യമാകുന്നിടത്തോളം ഉള്ള വിശദാംശങ്ങളോടുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുകയുണ്ടായതാണ്. അതിനെ തുടർന്ന് ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചക്കും നിരീക്ഷണങ്ങൾക്കോ അഭിപ്രായ പ്രകടനങ്ങൾക്കോ ഒക്കെ ഉള്ളൊരു അവസരമായിട്ടാണ് നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ളത്. ആവശ്യമാണെങ്കിൽ തുടർ ദിവസങ്ങളിലും അതിന് അവസരം കണ്ടെത്താവുന്നതുമാണ്. ചോദ്യങ്ങൾ വളരെയൊന്നും പ്രസക്തമായത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടിയിട്ടില്ല. പിന്നെ ഈ സൂറത്തിന്റെ പഠന പ്രക്രിയക്കിടയിൽ തന്നെ ധാരാളം ചോദ്യങ്ങൾ പരിഗണനക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആകെ ഒരു 54 ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ ഉന്നയിക്കപ്പെട്ടതാണ്. അപ്പൊ ഇതിൽ അവസാനമുള്ള ചില ചോദ്യങ്ങൾ വലിയ പ്രസക്തിയൊന്നുള്ളതല്ലെങ്കിലും ഞാനൊന്ന് കേൾപ്പിച്ച് അതിനോടുള്ള പ്രതികരണം അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കാം. ഈ 4 ചോദ്യങ്ങളും പരസ്പര ബന്ധമുള്ള ഒരേ ആശയത്തിൽ പലതവണ ആവർത്തിച്ച് ഉന്നയിക്കപ്പെട്ട സംഗതി തന്നെയാണ്. ചിന്മയ ഉന്നയിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണിത്. അതിൻ്റെ ഒരു വലിയ പ്രശ്നം ഞാനത് ആദ്യം നിങ്ങളെ കേൾപ്പിക്കാം. അള്ളാഹുവിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് നബി ഭൗതികമായി എന്ത് നേടി എന്ന ചോദ്യമാണ് പല ചോദ്യങ്ങൾക്കും മറുപടിയായി ഉയർത്തപ്പെടുന്നത്. ഒരു പുരുഷൻ പ്രധാനമായും 3 കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത്: ധനം, സ്ത്രീകൾ, സമൂഹ നേതൃത്വം. ഇതൊക്കെ നബി നേടി എന്നല്ലേ കാണുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. 3 കാര്യങ്ങളാണ് ഒരു പുരുഷൻ, ഒരാണ് നേടാൻ കൊതിക്കുന്ന ജീവിതകാലത്ത്. അതിലൊന്ന് ധനം, രണ്ടാമത്തത് സ്ത്രീകള്, മൂന്നാമത്തത് സമൂഹത്തിന്റെ നേതൃത്വം, ലീഡർഷിപ്പ്. ഇതൊക്കെയാണ് ഇത് 3ഉം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേടിയിട്ടുണ്ട് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ക്യാമ്പയിൻ നടത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിലയിരുത്തുന്നതിന് മുമ്പ് തന്നെ ഈ ചിന്മയ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ, അവര് സത്യാന്വേഷകരാണെങ്കിൽ വെറുതെ ചർച്ചയിലും വേദികളിലൊക്കെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. സത്യസന്ധമായി ഈ സത്യം കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെങ്കിൽ യഥാർത്ഥത്തില് അള്ളാഹുവിന്റെ അസ്തിത്വം സത്യമാണോ എന്നത് ഈ പ്രാപഞ്ചിക സാധ്യതകൾ വെച്ചുകൊണ്ട് ബോധ്യപ്പെടുകയാണ് വേണ്ടത്. ഒന്നാമത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും അദ്ദേഹത്തിന്റെ ദൗത്യത്തിന്റെ കാമ്പും കഴമ്പും ഒക്കെ പരിശോധിക്കുന്നതൊക്കെ പിന്നീട് മതി. ഈ പ്രപഞ്ചത്തിന് അനിവാര്യമായിട്ടും ഒരു റബ്ബ് ആവശ്യമുണ്ടോ? നിങ്ങളുടെ യുക്തിയുടെയും ശാസ്ത്രബോധത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെ ആലോചിച്ചിട്ട് കാര്യകാരണ സഹിതം കാര്യങ്ങളെ വിലയിരുത്തിയിട്ട് ഒരു ആസൂത്രകനും ഒരു നിയന്ത്രകനും ഒക്കെയായ ഒരു സ്രഷ്ടാവ് ഈ പ്രപഞ്ചത്തിന് ഉണ്ടാവൽ അനിവാര്യമാണോ? അതല്ല ഇതൊക്കെ ആകസ്മികമായി ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നുണ്ടോ? ഇതാണ് മർമ്മപ്രധാനമായ വിഷയം. ഈ പ്രപഞ്ചം ആകസ്മികമായി ഉണ്ടായതാണ്, അതിന്റെ പുറകിൽ ഒരു ആസൂത്രകനോ നിയന്ത്രകനോ ഇല്ല എന്ന ഒരു അടിസ്ഥാന ധാരണ വെച്ചു പുലർത്തിക്കൊണ്ടാണ് ചിന്മയയുടെ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് മുഹമ്മദ് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത്. അദ്ദേഹം അതിലൂടെ അദ്ദേഹത്തിന്റെ
ജഡികമായ ഭൗതിക താല്പര്യങ്ങൾ സാക്ഷാത്കരിക്കുകയായിരുന്നു എന്ന് പറയുന്നതിന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. നിങ്ങൾ ഒന്നാമതായിട്ട് ഇതിന്റെ തുടക്കത്തിലേക്ക് തന്നെ പോകണം. യുക്തി ബോധത്തോടെയും ചിന്താപരമായ സത്യസന്ധതയോടെയും കൂടി നിങ്ങൾ അള്ളാഹുവിന്റെ അസ്തിത്വം, ഒരു പ്രപഞ്ച സ്രഷ്ടാവ്, പ്രപഞ്ചങ്ങളുടെ കൈകാര്യകർത്താവ്, നിയന്ത്രകൻ, ആസൂത്രകൻ ഒക്കെയായിട്ട് ഒരു ദൈവിക ശക്തി ആവശ്യമുണ്ടോ ഇല്ലേ എന്നത് നിങ്ങൾ പരിശോധിച്ച് ഒരു തീരുമാനത്തിലെത്തിക്കോളൂ. അത് ബോധ്യപ്പെട്ട ആൾക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന കാര്യം അതിന്റെ യാഥാർത്ഥ്യം പരിശോധിക്കേണ്ടത് ഒരാവശ്യമായി വരുന്നത്. അത് ബോധ്യപ്പെടാത്ത, അള്ളാഹുവിന്റെ സ്വത്വത്തെക്കുറിച്ചുള്ള ശരിയായ ബോധ്യം പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ അടിസ്ഥാനത്തിൽ, പ്രകൃതിയിലുള്ള അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് തീർത്തും അടിസ്ഥാനരഹിതമായ, ഉപയോഗശൂന്യമായ ഒരു എക്സസൈസ് ആണ്. കാരണം അത് ഓരോരുത്തരുടെയും മനസ്സിന്റെയും മസ്തിഷ്കത്തിന്റെയും ഒക്കെ ചിന്തയുടെ, ആലോചനയുടെ ഒക്കെ തലത്തില് ഉൾക്കൊള്ളേണ്ട, ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ അസ്തിത്വം എന്നത്. അത് പ്രവാചകന്മാർക്ക് അങ്ങനെ ഒരു സംഗതി പഠിപ്പിക്കാൻ കഴിയില്ല. അത് ബോധ്യപ്പെടാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക മാത്രമേ അവർക്ക് സാധ്യമാവുള്ളൂ. അപ്പൊ അത് നമ്മൾ അസംഖ്യം പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ നമ്മുടെ ചുറ്റുപാടുമായി കാണുന്നുണ്ട്. അവയിൽ പലതും വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ കാര്യങ്ങള് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു അനിവാര്യത എന്ന നിലക്ക് അള്ളാഹുവിനെ തിരിച്ചറിയുന്ന ഒരു മനോഘടനയിലേക്ക് വരാത്തിടത്തോളം കാലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്നാണ് ഈ ചോദ്യത്തിനുള്ള പ്രതികരണമായിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഉന്നയിച്ച വിഷയം 3 കാര്യങ്ങളാണ് പുരുഷന്മാർ ആഗ്രഹിക്കുന്നത്. അത് 3ഉം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 3-ല് ഏതെങ്കിലും ഒന്ന് ഈ പ്രവാചകത്വ അവകാശവാദവുമായിട്ട് രംഗത്ത് വരുന്നതിന് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നിഷേധിക്കപ്പെട്ടിരുന്നു? അതാണെന്ന് പരിശോധിക്കാവുന്ന ഒരു കാര്യം. ഇങ്ങനെ ഒരു അതിസങ്കീർണമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒട്ടേറെ ഏറ്റുവാങ്ങേണ്ടി വന്ന വിധത്തിലുള്ള ഒരു ദൗത്യം നിർവഹിക്കാതെ ഇദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള 3 സംഗതികൾ ഏതെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കാതെ നിന്നിരുന്നു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തില് ഇതിലെ പറഞ്ഞ ഒന്നാമത്തെ കാര്യം ധനം, രണ്ടാമത്തത് സ്ത്രീ, മൂന്നാമത്തെ അധികാരം. ഈ 3 സംഗതികളും മക്കയിലെ പ്രമുഖരായ ആളുകൾ അദ്ദേഹത്തിന്റെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ചതായിരുന്നില്ലേ? നിങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കൂ. ഈ ദൗത്യ നിർവഹണം കൈയൊഴിയുകയാണെങ്കിൽ മക്കയിലെ ആളുകൾ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെയും അവരുടെ ആരാധ്യന്മാരെയും ഒക്കെ അംഗീകരിക്കാൻ തയ്യാറാവുകയും ഈ ദൗത്യം ഉപേക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടത്ര സമ്പത്ത് നൽകാം, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഏത് സ്ത്രീയെ വേണമെങ്കിലും വിവാഹം ചെയ്തു കൊടുക്കാം, മക്കയിലെ ആളുകൾ അദ്ദേഹത്തെ രാജാവായി വാഴിക്കാം എന്നുവരെ അദ്ദേഹത്തോട് വാഗ്ദാനം ചെയ്യപ്പെട്ടതായിരുന്നു അല്ലേ? ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് ചിന്മയ പറയുന്ന വിധത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേടിയ ഈ 3 സംഗതികൾ ഇതുവരെ എഫേർട്ടും ഇല്ലാതെ, ഒരു തുള്ളി പോലും വേർപ്പൊഴുക്കേണ്ടതില്ലാത്ത വിധത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കൊടുക്കാൻ മക്കയിലെ ആളുകൾ സന്നദ്ധരായിരുന്നു. അവരങ്ങനെ തന്നെ പറയുകയും ചെയ്തു. ഇത് ചരിത്രമാണ്. ഏത് ചരിത്രകാരനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് വിലയിരുത്തിയിട്ടുള്ള ഏത് ചരിത്രകാരനും ഈ കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. മക്കയിലെ ആളുകൾ ഈ 3 കാര്യങ്ങളും നൽകാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ളത് നൽകാൻ സന്നദ്ധരായിട്ട്
അദ്ദേഹത്തിന്റെ അടുക്കൽ സംസാരിക്കാൻ വന്നതാണ്. അദ്ദേഹവുമായിട്ട് ഒരു ധാരണയിലെത്താം. ചില ദിവസങ്ങള് അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ ദൈവത്തെയും വേറെ ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ ദൈവത്തെയും ആരാധിക്കാം എന്നൊക്കെയുള്ള വിധത്തിലുള്ള ആശയങ്ങളുമായിട്ട് അവർ നബിയുടെ അടുക്കൽ വന്നിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ തന്നെയാണ് അവർ ഓഫർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊന്നും നേടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കണ്ട പണിയൊന്നും എടുക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. ഇനി വീണ്ടും ചില കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മനസ്സിൽ കണ്ട പോലെയാണോ യഥാർത്ഥത്തിൽ നേടിയിട്ടുള്ളത്? ഉദാഹരണത്തിന് ഭാര്യമാരുടെ കാര്യം എടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അനിവാര്യമായ വിവാഹ ബന്ധങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പെട്ടിട്ടുള്ളത്. അത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. വിധവകളും അതുപോലെ വിവാഹമുക്തകളും ഒക്കെയായ സ്ത്രീകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെയും വിവാഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിന് അതിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമായ അള്ളാഹുവിന്റെ നിർദ്ദേശത്താൽ നിർവഹിക്കപ്പെട്ട ചില വിവാഹങ്ങളും കാണും. അതല്ലാതെ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന പോലെയുള്ള അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് പോലെയുള്ള ഒരു ഒരു സ്ത്രീലമ്പടൻ എന്ന നിലക്ക് ഉള്ള താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടല്ല അദ്ദേഹത്തിന്റെ ഇത്തരം വിവാഹങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നത് ആ സംഗതികൾ പരിശോധിച്ച് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധനം നേടി എന്ന് പറയുന്ന ഇദ്ദേഹം 2-3 ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. യുദ്ധമുതലുകളുടെ വിഹിതം തുടക്കത്തില് യുദ്ധമുതലുകൾ മുഴുവനായിട്ടും അള്ളാഹുവിനും റസൂലിനും ഉള്ളതാണെന്ന് പറഞ്ഞു. പിന്നീട് അതിന്റെ 5-1 അള്ളാഹുവിനും റസൂലിനും ഉള്ളതാണ് എന്ന് പറഞ്ഞു. അതിലൂടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധനം സ്വന്തമാക്കുകയായിരുന്നു എന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വരുന്നവർ അദ്ദേഹത്തിന് വല്ല പാരിതോഷികവും കൊടുത്തുകൊണ്ട് വേണം അദ്ദേഹത്തെ കാണാൻ വരേണ്ടത് എന്ന ഖുർആന്റെ നിർദ്ദേശം, അതും അദ്ദേഹത്തിന്റെ ഒരു ധനാഗമന മാർഗമായിട്ട് പറഞ്ഞുകൊണ്ട് ഇതിലൂടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സമ്പത്ത് കൈവരിച്ചു എന്നാണ് ഇദ്ദേഹത്തിന്റെ നിരീക്ഷണം. യഥാർത്ഥത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന ആ സമൂഹത്തിലെ ആളുകളെ ചില മര്യാദകൾ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടും ദൈവിക വ്യവസ്ഥ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടും നൽകപ്പെട്ട നിർദ്ദേശങ്ങൾ മാത്രമാണിത്. ഈ പറഞ്ഞ മാർഗങ്ങളിലൂടെ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിപരമായി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം മരണപ്പെടുമ്പോ അദ്ദേഹം വഫാത്താവുന്ന ഘട്ടത്തില് അദ്ദേഹത്തിന്റെ പടയങ്കി പോലും ഒരു യഹൂദന്റെ അടുക്കൽ പണയം വെച്ചതായിരുന്നു എന്നതാണ് ചരിത്രം. ഈ മാർഗങ്ങളിലൂടെ ഒക്കെ സമ്പത്ത് നേടിയിട്ട് അത് സ്വന്തമാക്കുകയായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്കിൽ അദ്ദേഹം ഇങ്ങനെ പണയം വെച്ചുകൊണ്ട് കഴിയേണ്ട ഒരവസ്ഥയിൽ അദ്ദേഹത്തിന്റെ അവസാന ഘട്ടം ഉണ്ടാവില്ല. ചരിത്ര വസ്തുതകളുമായിട്ട് ഒട്ടും യോജിക്കുന്ന കാര്യങ്ങളല്ല നിങ്ങൾ പറയുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആളുകൾ കൊണ്ടുകൊടുക്കുന്ന സദഖ അല്ലെങ്കിൽ പാരിതോഷികം, ഹദിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നത് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിനിയോഗിക്കുകയുണ്ടായത് എന്നതുകൂടി പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഉന്നയിച്ച വിധത്തില് സാധാരണ മനുഷ്യർ ആഗ്രഹിക്കുന്ന പോലെയുള്ള ധനം കൈവരിക്കാൻ ഉള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്ത ഒരു കാര്യമല്ല അത് എന്ന്. അങ്ങനെ ലഭിച്ചിരുന്ന ഹദിയ ആയിട്ട് ലഭിച്ചിരുന്നതൊക്കെയും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ് ഉണ്ടായത് എന്നതും ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് എല്ലാ വിശദാംശങ്ങളോടും കൂടി തന്നെ. അപ്പോ ഇനി നേതാവാവുക എന്ന കാര്യമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നേതാവായിട്ട് അധികാരം കൈയാളുന്ന ഒരാളായിട്ട് മക്ക വിജയത്തിന് ശേഷം എത്ര കാലമാണ് ജീവിച്ചിട്ടുള്ളത്? വളരെ ചുരുങ്ങിയ ഒരു കാലം മാത്രമാണ്, വളരെ ചുരുങ്ങിയ മാസങ്ങളോ അല്ലെങ്കിൽ
വളരെ ചുരുങ്ങിയ ഒരു കാലം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ടായിരുന്നത്. ഈ ഘട്ടത്തില് നേതാവാണ് എന്നതിന്റെ പേരിലുള്ള ഭൗതികാർത്ഥത്തിലുള്ള എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് എവിടെയാണ് അവസരം ഉണ്ടായിട്ടുള്ളത്? മരണത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ അദ്ദേഹം പല വിഭാഗങ്ങളുമായിട്ടും പല ഭീഷണികളെ നേരിടുന്നതിന്റെ പ്രയത്നങ്ങളിലൊക്കെ ആയിരുന്നു എന്നതാണ് വസ്തുത. പിൻഗാമികള് അതിന്റെ ദൗത്യം അദ്ദേഹത്തിന്റെ മരണശേഷം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പൊ നേതാവാകാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഇത് എങ്കിൽ യഥാർത്ഥത്തില് അതിന് ഈ പ്രയത്നമൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. മക്കയിലെ ആളുകൾ അദ്ദേഹത്തെ രാജാവായി വാഴിക്കാൻ സന്നദ്ധരായിരുന്നു. അത് അവര് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളുടെ ആ മർമ്മം ഒന്ന് സ്പർശിക്കുന്നതിന് വേണ്ടിയാണ്. ഇനി ഇത് മാത്രമല്ലല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറയുന്നത് വളരെയേറെ ബഹുമുഖമായ ഒരു ജീവിതമായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാം. ചരിത്രബോധമുള്ള ആളുകള് അദ്ദേഹത്തിന്റെ ജീവിതം വിലയിരുത്തിയിട്ട് അദ്ദേഹം ലോക മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാക്കിയ പരിവർത്തനങ്ങളെ കുറിച്ച് വളരെ സൂക്ഷ്മമായി പഠനം നടത്തി വിലയിരുത്തി അതേക്കുറിച്ച് രചനകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ സംഗതികളൊക്കെയും ഇവിടെ നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിട്ട് സിനിമയെ പോലെയുള്ള ആളുകൾക്ക് ഈ 3 കാര്യങ്ങൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അതും വളരെ വളരെ അപ്രസക്തമായ ഒരു വ്യക്തിയുടെ ഒരു ദൗത്യ നിർവഹണ ജീവിതത്തില് ഒരുപക്ഷെ എടുത്തു പറയാൻ പോലും പറ്റാത്തതായ ചില കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. കല്യാണം കഴിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമാണെങ്കിൽ കല്യാണം കഴിക്കാൻ ഇത്രയൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിൽ പോലും ഇതുപോലെ അല്ലെങ്കിൽ എത്രയോ വിവാഹങ്ങളിൽ ഏർപ്പെടാൻ ഇവിടെ ആളുകൾക്ക് സാധിക്കുന്നുണ്ട്. അതിന് ഇങ്ങനത്തെ വലിയൊരു ദൗത്യ നിർവഹണ പ്രയത്നമൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അധികാരത്തിൻ്റെതാണെങ്കിൽ അല്ലെങ്കിൽ നേതാവായി സ്വാധീനമുള്ള ആളായി മാറുക എന്നതാണ് ലക്ഷ്യമായിരുന്നെങ്കിൽ അതിന് ഇതിനേക്കാളൊക്കെ ഉള്ള എളുപ്പ വഴികൾ ഉണ്ടായിരുന്നു. എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ മക്കയിലെ ആളുകൾ വന്ന് അത് ഇങ്ങോട്ട് ഓഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അതേപോലെ തന്നെയാണ് സമ്പത്തിന്റെയും കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദരിദ്രനായിട്ടാണ് മരിച്ചു പോയിട്ടുള്ളത്. അപ്പോ നിങ്ങൾ ഈ ആരോപിക്കുന്ന വിധത്തിലുള്ള മാർഗങ്ങളിലൂടെ സമ്പത്ത് നേടിയിട്ട് അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി സൂക്ഷിച്ചു വെക്കുകയോ കുമിഞ്ഞുകൂടാൻ അവസരം ഉണ്ടാക്കുകയോ ഒന്നുമല്ല ചെയ്തിട്ടുള്ളത്. അത് സമൂഹത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെടാൻ വിനിയോഗിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ അതിന്റെ വിശദാംശങ്ങൾ നിങ്ങൾ ചരിത്രം സൂക്ഷ്മമായിട്ട് വായിച്ചു പഠിച്ച് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിന്റെ തീർത്തും അപ്രധാനമായ ചില കാര്യങ്ങളിൽ മാത്രമാണ് നിങ്ങൾ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത്. യഥാർത്ഥത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ വളരെ സൂക്ഷ്മമായിട്ട് പഠിക്കാൻ, അദ്ദേഹം ആരായിരുന്നു, ഏത് വിധത്തില് അദ്ദേഹം രംഗത്ത് വന്നു, എന്തൊക്കെ ഇടപെടല് സമൂഹത്തിൽ നടത്തി, ഇന്നും അദ്ദേഹത്തിന്റെ ഇടപെടല് കാരണമായിട്ട് കോടിക്കണക്കിന് മനുഷ്യര് ആ സ്വാധീനത്തില് ആ മാർഗദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവും. നേതാവാകാൻ ശ്രമിച്ച അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഭൗതിക താല്പര്യങ്ങളെ സഫലീകരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച, അതിനുവേണ്ടി പ്രയത്നിച്ച ആളുകൾ ലോകത്ത് നേതാക്കന്മാരുടെ കൂട്ടത്തിൽ പലരെയും നമുക്ക് കാണാൻ കഴിയും. അവരെ ആരും ഇന്ന് ലോകം പിന്തുടരുന്നില്ല. അത് നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഇപ്പോ സമഗ്രാധിപതിയായിട്ട് ലോകത്തെ അടക്കി വാഴാൻ ശ്രമിച്ച ചില ആളുകൾ ആരാണ് അവർക്ക് അനുയായികളായിട്ട് എന്നുള്ളത്? അവരുടെ ചിന്താപരമായ സ്വാധീനം ഏറ്റുവാങ്ങാൻ സന്നദ്ധരായ എത്ര ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതിനെക്കുറിച്ച്. അപ്പോൾ യഥാർത്ഥത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ജീവിതം, വ്യക്തിത്വം, ദൗത്യം തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് അതിൽ നിന്ന് തീർത്തും അപ്രസക്തമായ ചില സംഗതികൾ അടർത്തിയെടുത്തുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ നേടാൻ വേണ്ടിയാണ് അദ്ദേഹം അള്ളാഹു എന്ന ഒരു വ്യാജമായ ആശയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ പ്രയത്നങ്ങളൊക്കെ നടത്തിയത് എന്ന് നിങ്ങൾ പറയുന്നത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് അള്ളാഹു എന്ന ഒരു അനിവാര്യത ബോധ്യപ്പെടാത്ത ഒരാള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ വേറെ ഏതെങ്കിലും പ്രവാചകന്മാരുടെയോ വ്യക്തിത്വം വിലയിരുത്തിയിട്ട് അഭിപ്രായം പറയുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെയും പ്രകൃതി ദൃഷ്ടാന്തങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഒരു സ്രഷ്ടാവും നിയന്ത്രകനും സംരക്ഷകനുമായ ഒരു ദൈവം അനിവാര്യമാണോ അല്ലേ എന്ന കാര്യത്തിൽ നിങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് വരും. എന്നിട്ട് ബാക്കി വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആ കാര്യം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ചിന്മയ ഉന്നയിച്ച 3-4 ചോദ്യങ്ങൾ ഒന്നിച്ചാണ് ഞാൻ ഇപ്പോൾ അതിനോട് പ്രതികരണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ബാക്കി ചോദ്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് തുടർ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിലോ ഒക്കെ ആയിട്ട് എഴുതി വിടാവുന്നതാണ്. മറ്റൊരു അവസരത്തിൽ അതിന് പ്രതികരണം നൽകാമെന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നാളെ വിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായമായ സൂറത്തുൽ ലുഖ്മാന്റെ പഠനം നമുക്ക് നാളെ തുടങ്ങാമെന്നാണ് കരുതുന്നത്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.